ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടൊരു പുതിയ ഈവനിങ് സ്നാക്കാണ്. ചക്ക സീസണിൽ ചക്ക വട ഉണ്ടാക്കിയാലോ? ഉള്ളിവട കഴിച്ച് മടുത്തെങ്കിൽ ദാ വരുന്നു ക്രിസ്പിയായ ചക്കവട. ചക്കവടയ്ക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം 1/2 കിലോഗ്രാം പച്ചച്ചക്ക എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മൈദ, ഇടിയപ്പത്തിനുള്ള വറുത്ത അരിപ്പൊടി 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെളുത്തുള്ളി 3-4 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിരിയൻ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ, മുട്ട 1 എണ്ണം, ഇത് ഓപ്ഷണലാണ്, വെളിച്ചെണ്ണ, കടലമാവ് ഏകദേശം 1/2 കപ്പ്, കറിവേപ്പില 2-3 തണ്ട്. ഇനി നമുക്ക് പാചക രീതി ഒന്ന് കാണാം. ഞാനിവിടെ ഏകദേശം 1/2 കിലോഗ്രാം മൂക്കാത്ത ചക്കയാണ് എടുത്തിരിക്കുന്നത്. ചക്കപ്പുഴുക്കിൻ്റെ പാകത്തിനുള്ള ചക്കയോ അത്രയും മൂക്കാത്ത ചക്കയോ ഉപയോഗിക്കാം. ചിലപ്പോൾ മൂത്ത ചക്ക ഇടുമ്പോൾ അതിൻ്റെ കൂടെ മൂക്കാത്ത ചക്കയും വീഴാറുണ്ടല്ലോ. അങ്ങനെയുള്ള ചക്ക കൊണ്ടും ചക്കവട നമുക്ക് തയ്യാറാക്കാം. ഈ ചക്കയുടെ മുള്ളൊന്ന് ചെത്തിക്കളയാം. ചക്കപ്പുഴുക്കുണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ചക്ക മാറ്റി വെച്ചാൽ മതി. വെറും 1/2 കിലോ ചക്ക കൊണ്ട് കുട്ടികൾക്ക് കറുമുറ കഴിക്കാവുന്ന 4 മണി പലഹാരം തയ്യാറാക്കാം. ചക്കയുടെ മുള്ള് ചെത്തി അരക്ക് ഒരു ടിഷ്യൂ കൊണ്ട് ക്ലീൻ ചെയ്യാം. കൂഞ്ഞിലും കളയാം. ഇത് കനം കുറച്ച് സ്ലൈസ് ആക്കി എടുക്കാം. ചക്കക്കുരുവും പാടയും മാറ്റുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറുതായി മുറിക്കുന്നത്. കട്ടിംഗ് ബോർഡ് വെച്ച് എളുപ്പത്തിൽ മുറിക്കാം. ചക്കക്കുരുവും പാടയും മാറ്റാം. ഇനി ചെറിയ കഷ്ണങ്ങളായി കൊത്തി നുറുക്കാം. വറുക്കുമ്പോൾ എളുപ്പത്തിൽ വേകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കുന്നത്. ചക്കച്ചുളയും ചവണിയും മടലും എല്ലാം കൂടി ചെറിയ കഷ്ണങ്ങളാക്കി. ഇത് നല്ല ഫൈബർ റിച്ച് ആണ് കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഉപ്പ് ചേർക്കാം. വെളുത്തുള്ളി ചതച്ചതും പിരിയൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഫ്ലേവറിന് വേണ്ടി അല്പം ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അല്പം കായപ്പൊടി ചേർത്തും ഉണ്ടാക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഇത് ഇടിയപ്പത്തിനുള്ള വറുത്ത അരിപ്പൊടിയാണ്. മുട്ട 1 എണ്ണം ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. മുട്ട കഴിക്കാത്തവർക്ക് ഒഴിവാക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോഴത്തെ മിക്ക കുട്ടികൾക്കും ചക്കപ്പുഴുക്ക് കൊടുത്താൽ കഴിക്കില്ല. ചക്ക ചിപ്സ് കൊടുത്താലും വേണ്ട. ചക്കയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും രക്ഷയില്ല. എന്നാൽ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ചക്കയെ മാറ്റി കൊടുക്കാം. നല്ല ക്രിസ്പി ആയതുകൊണ്ട് കുട്ടികൾ ചൂടോടെ കറുമുറ കഴിച്ചോളും.
കുറേശ്ശെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. കടലമാവ് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യാം. ചക്കവടയ്ക്ക് നല്ല തിക്കായ മാവാണ് വേണ്ടത്. തിക്നെസ്സിനനുസരിച്ച് കടൽമാവ് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില കൂടി ചേർക്കാം. നമ്മുടെ മിക്സ് റെഡിയായി. ഇത് നമുക്ക് വറുത്തെടുക്കാം. ഒരു ഇരുമ്പ് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തിളയ്ക്കാറായി. നമ്മുടെ മാവ് വെറുതെ കയ്യിൽ വെച്ച് ഒന്ന് ചെറുതായി പരത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം കേട്ടോ. അധികം കനമില്ലാതെ പരന്നിരിക്കുമ്പോൾ എളുപ്പത്തിൽ വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. ഇത് വേകാൻ ഉള്ളിവടയേക്കാളും സമയം വേണം. ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് രണ്ട് വശവും നന്നായി വേവിച്ചെടുക്കണം. ചക്കയും മുട്ടയും അരിപ്പൊടിയും കടലമാവും ഒക്കെ ചേർന്ന് നല്ല ഹെൽത്തിയായ ഫൈബർ റിച്ച് ആയ ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ചക്ക കഴിക്കാത്ത ഏത് കുട്ടികളെയും ചക്ക ഈസിയായി കഴിപ്പിക്കാം. ഇനി കുട്ടികൾ ചക്ക കഴിക്കില്ല എന്ന് പറയരുതേ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ പാത്രം കാലിയാകുന്ന അറിയില്ല. പിന്നെ ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ലത്. തണുത്താൽ ക്രിസ്പിനെസ് പോകും. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.